എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓസ്ട്രിയയിൽ നിന്നുള്ളൊരു വ്ളോഗുമായിട്ടാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങുകയാണ്. തലേദിവസം തന്നെ നമ്മൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഉപ്പുമാവ്, അതുപോലെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 11:30 ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഷാഫ്ബർഗ് ബാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അത് വന്നിട്ട് ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു റെയിൽവേ ആണ്. അപ്പോൾ അതായത് കോഗ് റെയിൽവേ എന്ന് പറയും. വളരെ സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടൻ കയറി പോകുന്നൊരു റെഡ് കളറിലെ തീവണ്ടി അതാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റെയിൽവേ ആണിത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ള ലേക്സൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാം. ഒരു പ്രത്യേകതരം റെയിൽവേ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഓസ്ട്രേലിയയിലെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് റെയിൽവേ ആണ്. ഇതൊരു 5850 അടി ഉയരത്തിൽ ഇത് പോകും. അതുപോലെ ഇത് 1893 ആദ്യമായിട്ട് ഇത് തുടങ്ങിയത്. മൊത്തത്തിൽ 5.8 കിലോമീറ്ററാണ് ഈ റെയിൽവേ കവർ ചെയ്യുന്നത്, അതും 35 മിനിറ്റിൽ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് സാൽസ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് വളരെ അടുത്താണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഓസ്ട്രേലിയ വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഇത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ പാർക്കിംഗ് ലോട്ടിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം പുള്ളി നമ്മളെ ഗൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചെയ്തു. ഇന്നത്തെ ദിവസത്തിനൊരു വളരെ പ്രത്യേകത ഉണ്ടെന്ന്. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. നമ്മൾ വന്നതിൽ ഫസ്റ്റ് ഡേ ഓസ്ട്രിയ വിയന്നയിൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ നിൽക്കുന്ന അത്രയും ചൂട് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പതുക്കെ പോകുന്നത്. നല്ല ചൂടായിട്ട് തന്നെ അത്യാവശ്യം നല്ല ടയേർഡുമായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടയർഡായിട്ട് തോന്നി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ 2 ട്രെയിൻ ഒരേ സമയം പോകും. പണ്ട് കാലത്ത് ഇത് സ്റ്റീം എഞ്ചിനായിരുന്നു. ഇപ്പോൾ വന്നിട്ട് സ്റ്റീമിലും ഇത് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡീസലാണ് മോസ്റ്റ്ലി. ഇപ്പം റെഡ് കളറിലെ ട്രെയിൻസാണ്. അതുപോലെ ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ബെഞ്ച് പോലുള്ള സീറ്റുകളാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ക്ലോസ്ലി പാക്ഡായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റീപ്പായിട്ട് ഉള്ളൊരു റെയിൽവേയാണ്. അതായത് കുത്തനെയുള്ള കയറ്റം കയറിയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ തന്നെയാണ്. ഒരുപാട് മലനിരകൾ, അതായത് ആൽപ്സ് മലനിരകൾ കാണാം. അതുപോലെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. അവിടെ ചെന്നാൽ 13 ലേക്കുകൾ കാണാൻ പറ്റും എന്നാണ്. പോകുന്ന വഴി അത്യാവശ്യം നോർമലായിട്ടുള്ള കാഴ്ചകളായിരുന്നു. പതിയെ ഇത് കയറാനായിട്ട് തുടങ്ങി. ഈ ട്രെയിൻ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് മെയ് തൊട്ട് ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ്. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ നല്ല തണുപ്പും സ്നോയും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ട് മെയ് തൊട്ട് ഒക്ടോബർ വരെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങ് ദൂരെ മലനിരകൾ സ്നോ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയ സമയം ജൂലൈ മിഡ് ആ ഒരു സമയത്താണ് പോയത്. അപ്പോൾ ആ സമയത്തും അവിടെ വളരെ ഹൈറ്റിൽ സ്നോ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 35 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ നമ്മളെത്തി. ക്രിസ്മസ് തീമിൽ പെയിൻ്റൊക്കെ ചെയ്ത ട്രെയിൻസും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഇനി ഇവിടെ മാത്രമല്ല, നമുക്കിനി കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റും ഒരു വ്യൂ പോയിൻറ്റും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാൽ ചുറ്റിനും മലനിരകളാണ്. ഓരോരോ ലെയറായിട്ട് ആൽപ്സ് മലനിരകൾ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ട് ലേക്കുകളും കാണാം. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്.
അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാം. നമ്മുടെ സ്റ്റേഷനിൽ നിന്നും കുറച്ച് കയറിയിട്ട് വേണം ഇവിടെ എത്താനായിട്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ പേര് ഷാഫ്സ്ബർഗ് സ്പൈറ്റ്സ് എന്നാണ്. 1862 ഇത് ഫസ്റ്റ് വന്നത്. ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത്. നല്ല ചൂടായതുകൊണ്ട് തന്നെ തണുത്ത എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി നമ്മൾ ആ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. വളരെ പഴയ ഒരു പാലസിൻ്റെയൊക്കെ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കാനായിട്ട് ആണ് ഇവിടെ വന്നത്. ഇത് വന്നിട്ട് യോഗർട്ട് കേക്കാണ്. മൈദയൊന്നും ചേർക്കാത്ത, മധുരമൊന്നും ഇല്ലാത്ത, നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. യോഗർട്ട് വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഐസ്ക്രീം പ്ലസ് ഫ്രൂട്ട്സ് ആണ്. കുട്ടികളും അതുപോലത്തെ സ്പ്രിങ്കിൾസൊക്കെ ഇട്ടൊരു ഐസ്ക്രീമാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് താഴെ ഇറങ്ങി. അപ്പോൾ ഇവിടെ എന്നാലും നല്ല വ്യൂ ആണ്. പുറത്തൊന്നും ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു, നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മളൊരു കിളിയെ കണ്ടു. കാക്ക പോലെ തോന്നുമെങ്കിലും മഞ്ഞ കാലുകളും ചുണ്ടൊക്കെ ആയിട്ടുള്ളൊരു കിളി. നമ്മളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. ലാസ്റ്റ് ട്രെയിനിൻ്റെ ഒരു സമയം അവർ പറയും. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ തിരിച്ചിറങ്ങണം, അല്ലെങ്കിൽ ഇവിടെ ആരും കാണില്ല. നമുക്ക് തിരിച്ചു പോകാൻ പിന്നെ അടുത്ത ദിവസമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള ട്രെയിനിൽ കയറി. തിരിച്ചു പോകുമ്പം മറ്റൊരു രീതിയിലാണ് കാഴ്ച. അങ്ങോട്ട് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ചയല്ല, തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ ഒരു കയറ്റം ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകളൊന്നുകൂടെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് കോഗ് റെയിൽവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെക്കാനിസമാണ്. അതായത് സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടൻസൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു തരം റെയിലാണ് കോഗ് റെയിൽവേ. നമ്മുടെ സാധാരണ റെയിൽവേ പോലെയല്ല ഇത്. ഇത് വന്നിട്ട് മെയിനായിട്ട് സ്വിറ്റ്സർലൻഡിലൊരെണ്ണമുണ്ട്, അതുപോലെ ഫ്രാൻസിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ വൈകിട്ട് ഇന്ന് ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പിസ്സയാണ്. അത് വന്നിട്ട് റെഡിമെയ്ഡ് ഷീറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു പിസ്സ ബേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പാസ്ത സോസാണ് എടുത്തിരിക്കുന്നത്. ബേസിലും ഗാർലിക്കും ഒക്കെ ചേർത്തിരിക്കുന്ന പാസ്ത സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സോസേജ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ഗ്രിൽ ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ പകുതി ഭാഗം ഉള്ളി അതുപോലെ ക്യാപ്സിക്കൊക്കെ വെച്ചിട്ട് ചെയ്തു. കുട്ടികൾക്ക് ഉള്ളി ഇഷ്ടമല്ല ഒരാൾക്ക്, അപ്പം ഹാഫായിട്ട് ചെയ്തു. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസും കൂടെ ഇട്ടു. അവൻ പ്രീ ഹീറ്റനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തത്. പ്രീ ഹീറ്റാക്കി എടുക്കുന്ന അതിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തു. വളരെ ഈസിയാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ലഞ്ചൊന്നും കൊണ്ടുപോകുന്നില്ല. അടുത്ത ദിവസം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ വ്ളോഗ്സ്, ഇനി ഒരു വ്ളോഗും കൂടെ കാണാം നമ്മൾ ഓസ്ട്രേലിയയിൽ പോയത്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ കാണുക. അതൊത്തിരി നല്ലൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.